UDF-ലേക്ക് വന്നാൽ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്ത ഒരു പ്രകടന പത്രിക എന്ന് തോന്നി. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഗാന്ധിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ബാബുജി എന്താണ് ഈ രാജ്യത്തിന്റെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, അതിദരിദ്രനായ അവസാന മനുഷ്യന്റെയും കണ്ണീരൊപ്പുക എന്നതായിരിക്കണം ഈ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറയുന്നുണ്ട്. അത് ആ ലക്ഷ്യത്തിലേക്ക് അത് സർക്കാരിന്റെ ഒരു നയമാക്കി തന്നെ മുന്നോട്ട് പോകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് പറയാം. കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷനായിരുന്നു അതിദാരിദ്ര്യമുക്ത കേരളം. അതിദാരിദ്ര്യമുക്ത കേരളം നടപ്പിലാക്കി. ഇപ്പോൾ നോക്കൂ, ഈ പ്രകടന പത്രികയിൽ അത് കേവല ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ നിലയിൽ ഗാന്ധിയുടെ സ്വപ്നത്തെ തന്നെ സാക്ഷാത്കരിക്കുന്നുണ്ട് ഈ പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങൾ എന്ന് തോന്നുകയാണ്. അത് മാത്രമല്ല, ഹോംവർക്ക് ചെയ്ത് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തതിനേക്കാൾ എത്രയോ മെച്ചമാണ് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വാഗ്ദാനമായി വെക്കുക എന്നതുകൂടിയുണ്ടല്ലോ. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് സ്കേൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രകടന പത്രിക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ചടങ്ങുപോലെ രാഷ്ട്രീയ പാർട്ടികൾ അവതരിപ്പിച്ച ഇടത്തുനിന്നും ഓരോ വർഷത്തെയും പ്രോഗ്രസ് റിപ്പോർട്ട്, സർക്കാർ എന്ത് ചെയ്തു, ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് എന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണിത്. SKN തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ LDF 3.0 എന്ന ലക്ഷ്യം വെച്ചാണ് ഈ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വ്യക്തമായി കാണാം ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് അതിൽ ഉണ്ടാകാനും പോകുന്നത്. ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ UDF-ന്റെ പ്രകടന പത്രിക വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രകടന പത്രികയെ താരതമ്യം ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണല്ലോ, അല്ലെങ്കിൽ താരതമ്യം എന്നുള്ളതല്ല, അതിനെ നമ്മൾ വീക്ഷിക്കേണ്ടത് രണ്ട് നിലയിലാണ്. ഒന്നുകിൽ ഇപ്പോൾ LDF-ന്റേതാണെങ്കിൽ മുൻ വർഷങ്ങളിൽ അവർ എന്ത് ചെയ്തു എന്നതിന്റെ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രകടന പത്രികയെ നമുക്ക് വിലയിരുത്താം. ഇപ്പോൾ ആ നിലയിലുള്ള വിലയിരുത്തലുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. UDF-ന്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ ഇതിന് മുൻപത്തെ, അതായത് ഇതിൽ ലാസ്റ്റത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പ്രകടന പത്രികയുമായി ബന്ധപ്പെടുത്തി 2011 പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഇതിലെ ചില കാര്യങ്ങൾ നോക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി അന്ന് പറയുന്ന ഒരു വാഗ്ദാനം സർക്കാർ സ്കൂളുകളുടെ നവീകരണവും സ്കൂളുകൾ ഹൈടെക് ആക്കും എന്നുള്ളതൊക്കെയായിരുന്നു 2011 UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. പക്ഷേ ആ സർക്കാരിന്റെ അവസാന കാലയളവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 40% സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു SKN തീരുമാനം. ആ സർക്കാർ സ്കൂളുകളെയാണ് പിന്നീട് LDF വരുമ്പോൾ സ്കൂളുകൾ ഏറ്റെടുക്കുകയും അത് ഇന്ന് വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നയം തന്നെ ഇന്ത്യയിൽ 50% സർക്കാർ സ്കൂളുകളും അടച്ചുപൂട്ടുക എന്നുള്ളതാണ്. അതായത് 6 ലക്ഷം ഗവൺമെന്റ് സ്കൂളുകൾ ആകെയുണ്ട്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3 ലക്ഷം. ഇപ്പോൾ തന്നെ അത് 90,000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നയം നടപ്പിലാക്കിയ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമുണ്ട്, അത് കർണാടകയാണ്. കർണാടകയിൽ നിരവധി സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നതാ UDF-ന്റെ പ്രകടന പത്രിക അവർ പുറത്തിറക്കുമ്പോൾ ആ വേദിയിലുള്ളത് രേവന്ത് റെഡ്ഡിയാണ്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ആ നിലയിൽ പരിശോധിച്ചു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 5 ലക്ഷം വീടുകൾ 5 വർഷം കൊണ്ട് നടപ്പിലാക്കും, ജനങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് എന്താണ് യലഹങ്കയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലേ, അവിടുത്തെ എത്രയോ പാവപ്പെട്ട മനുഷ്യരെ കുടിയിറക്കി അവിടെ ബുൾഡോസർ രാജ്, നരേന്ദ്രമോദി സർക്കാരിന്റെ മാതൃകയിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ